ഹലോ, അടുത്ത പാർട്ട് നോക്കാം. നമുക്കിനി ഈ ചാപ്റ്ററിൽ ഒരൊറ്റ ടോപ്പിക്കും കൂടിയാണ് പഠിക്കാനുള്ളത്. സമ്മ്, തുക. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്. ഈ സമ്മിൽ നിന്നും നമുക്ക് രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ സം എന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് 2 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ ടോപ്പിക്ക് കഴിയും. പിന്നെ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താൽ മതി, നമ്മുടെ ചാപ്റ്റർ തീരും. അവിടെ ഇക്വേഷൻസ് നോക്കിയാൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയതാണ് എന്താണ് സം എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് അതിൻ്റെ 2 മെയിനായിട്ടുള്ള ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. നോക്കിയാടാ, SN = n/2 × x1 + xn. ഒരു ഇക്വേഷൻ ഇതാണ്. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് n/2 × x1 + xn. അടുത്ത ഇക്വേഷൻ നോക്കിയാടാ, SN = n/2 × 2f + n - 1 × d. ഈ 2 ഇക്വേഷനും സെയിം ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും എന്തിനാണ് 2 ഇക്വേഷൻ എന്ന്. 2 ഇക്വേഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് 2 സാഹചര്യങ്ങൾ നമുക്ക് ഈ ഇക്വേഷൻ മാറ്റി എടുക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് നമ്മൾ താഴെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ഈ 2 ഇക്വേഷൻസ് ഉപയോഗിക്കുന്നതെന്ന്. ഇക്വേഷൻസിലെ ടേംസ് നമുക്കൊന്നും കൂടി നോക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സമ്മിനെ നമ്മൾ SN എന്നും പറഞ്ഞായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സമ്മിനെ നമ്മൾ SN എന്നും പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ SN എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കുക, അത് സമ്മാണ് ഉദ്ദേശിക്കുന്നത്. N എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ, എത്ര ടേമുകളുണ്ട്, എത്ര പദങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ N വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദമാണ്. xn എന്ന് പറഞ്ഞാൽ nth ടേം, n-ാം പദം. ഓക്കെ, പിന്നെ D നമുക്കറിയാമല്ലോ, കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. ഇവിടെ f എന്ന് പറയുന്നതും ഫസ്റ്റ് ടേം തന്നെയാണ്, ആദ്യ പദം തന്നെയാണ്. f എന്ന് പറയുന്നതും ഫസ്റ്റ് ടേം തന്നെയാണ്, ആദ്യ പദം തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. 1 + 2 + 3 + etc. + 50. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എടാ, ഇങ്ങനെ നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം എന്താണെന്നറിയാവാം, ഇവിടെ ഫസ്റ്റ് ടേമും നമുക്കറിയാം, ലാസ്റ്റ് ടേമും അറിയാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്താൽ മതി, n/2 × x1 + xn എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഇക്വേഷൻ എടുത്ത് ചെയ്താലും കിട്ടും, പക്ഷെ നമുക്ക് ഇക്വേഷൻ്റെ ആവശ്യമുള്ളത് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് n കണ്ടുപിടിക്കണം. 1 + 2 + 3 + etc. + 50. ഇവിടെ n നമുക്കറിയണം. എത്ര ടേമുകൾ ഉണ്ടെന്ന് അറിയണം. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുക്കേണ്ട കാര്യമില്ല. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ, n = xn - x1 / d + 1. ഇതിൽ നമ്മൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് n കിട്ടും. പക്ഷേ ഇവിടെ ഇക്വേഷൻ എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് കോമൺ സെൻസ് മതി. നോക്കിയേ, 1 + 2 + 3, 1 2 3 അങ്ങനെ എഴുതി 50 വരെ എഴുതിയിട്ടില്ലേ. 50 വരെ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് പറയാം 50 ടേംസ് ആണ് ഇവിടെ ഉള്ളത്, 50 പദങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇക്വേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. xnന് വരെ നമ്മൾ 50 കൊടുക്കുക. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ ആരാണുള്ളത്, അയാളാണ് xn. ലാസ്റ്റ് ആരാണുള്ളത്, അയാളാണ് xn. ലാസ്റ്റ് ഇവിടെ 50 ആണ്. 50 - 1 കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എങ്ങനെയാണ് എടുക്കുന്നത്, സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. സെക്കൻഡ് ടേം 2 - ഫസ്റ്റ് ടേം 1. 2 - 1 1 ആണ്. +1 = 50 - 1 49. 49 ÷ 1 എന്ന് പറഞ്ഞാലും 49 തന്നെയാണ്. +1
ഈക്വൽ ടു 50 നോക്കിയേ 50 എന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പം 50 ടേമുകളാണ്, 50 പദങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നിൻ്റെ വാല്യൂ 50 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ കൊടുക്കാടാ. എന്നിൻ്റെ വാല്യൂ 50 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് S50 എന്നെഴുതാം. S50 എന്നെഴുതാം. എന്നിൻ്റെ വാല്യൂ ഇവിടെ 50 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് S50 എന്നെഴുതാം. നോക്കി ഇക്വേഷൻ നോക്കി, n/2 50/2 ഇൻറ്റു x1 ഫസ്റ്റ് ടേം ഇവിടെ 1 ആണ്, പ്ലസ് xn എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ലാസ്റ്റ് ആരാണ് അയാളെ xn എന്ന് വിളിക്കുക. ലാസ്റ്റ് ആരാണ് അയാളാണ് നമ്മുടെ xn. ലാസ്റ്റ് ഇവിടെ 50 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു 50/2 25. 50/2 25 ഇൻറ്റു 1 + 50 1 + 50 51. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 51. 5 ഇൻറ്റു 1 5, 2 ഇൻറ്റു 1 2, 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു 2 10, 10 + 2 12, 5 7 2 1. നോക്കിയേടാ നമ്മുടെ സമ്മ് കിട്ടിയ നോക്കിയേ 1275. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ ഈ ഇക്വേഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്? 2, 4, 6, 8, എക്സെട്രാ. S30 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 ടേമുകളുടെ സമ്മ്, ആദ്യത്തെ 30 പദങ്ങളുടെ തുക. ഇതാണ് S30 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, പക്ഷേ ലാസ്റ്റ് ടേം അറിയത്തില്ല. ഇവിടെ ലാസ്റ്റ് ടേം അവസാന പദം അറിയില്ല. അവസാന പദം അറിയില്ലെങ്കിൽ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. അവസാന പദം നമുക്ക് തരാത്ത കേസിൽ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ എടുക്കണം. അപ്പോൾ നമുക്കിവിടെ സമ്മ് കണ്ടുപിടിക്കാം. S30 ആണ് കണ്ടുപിടിക്കേണ്ടത്. S30 ഈക്വൽ ടു എന്നിന് പകരം ഇവിടെ 30 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിന് പകരം 30 ആണ് തന്നിട്ടുണ്ട്. 30/2 ഇൻറ്റു 2f. 2 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഇവിടെ 2 ആണ്. 2 ഇൻറ്റു 2 പ്ലസ് n-1 30 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചേടാ. 4 - 2 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 2 വരത്തില്ലേടാ. ഓക്കെ, കോമൺ ഡിഫറൻസ് 2. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ വെളിയിൽ കിടക്കുന്നതെന്ന് നോക്കിയേ 30/2 നമുക്ക് 15 എന്ന് എഴുതാൻ പറ്റുമല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആൾക്കാരെ ചെയ്യണം. നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. 2 ഇൻറ്റു 2 4 പ്ലസ് 30 - 1 29 ഇൻറ്റു 2. ഇവിടെ ശ്രദ്ധിച്ചോണേ, ബോർഡ് മാസ്റ്റർ റൂളൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് 29 ഇൻറ്റു 2 ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 29 ഇൻറ്റു 2 ചെയ്യണം, അല്ലാതെ 4 + 29 എന്ന് എഴുതരുത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 15 ഇൻറ്റു 4 പ്ലസ് 29 ഇൻറ്റു 2 എന്ത് വരുവാടാ? 58. ഓക്കെ, ഈക്വൽ ടു 15 ഇൻറ്റു 58 + 4 62. ഇത് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ 30 ടേമുകളുടെ സമ്മ് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 930 എന്ന് കിട്ടും. 930 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 51 + 52 + 53 + എക്സെട്രാ + 70. ഇവിടെ നോക്കിയേ ഫസ്റ്റ് ടേം നമുക്കറിയാം 51, ലാസ്റ്റ് ടേം നമുക്കറിയാം 70. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണോടാ? സമ്മ് അടിക്കാൻ വേണ്ടി ഏത് ഇക്വേഷൻ എടുക്കണം? Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 + xn. ഈ ഇക്വേഷൻ എടുക്കണം. ഓക്കെ, ഇവിടെ x1 നമുക്കറിയാം 51, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ആൾ 70 ആണ്. നമുക്ക് n കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതാം.
n ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ഓക്കെ ഈക്വൽ ടു xn നോക്കിയേ 70 മൈനസ് x1 51 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ത് വരുവാടാ 52 മൈനസ് 51 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ത് വരും 1 എന്ന് വരത്തില്ലേ 1 പ്ലസ് 1 ഈക്വൽ ടു 70 മൈനസ് 51 19 അല്ലേ 19 പ്ലസ് 1 ഈക്വൽ ടു 20 n കിട്ടി 20 എന്ന് വെച്ചാൽ ആദ്യത്തെ 20 ടേമുകളുടെ സമ്മാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് S20 എന്ന് എഴുതാം ഈക്വൽ ടു n/2 എന്ന് പറയുമ്പോൾ 20/2 എന്ന് വരും ഇൻറ്റു x1 നോക്കിയേ 51 പ്ലസ് 70 നമുക്ക് ചെയ്യാം 20 ഡിവൈഡഡ് ബൈ 2 10 ഇൻറ്റു 51 പ്ലസ് 70 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 120 ആണ് 120 പ്ലസ് 1 121 സിമ്പിൾ അല്ലേടാ 121 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 1210 എന്ന് കിട്ടും സം കിട്ടിയില്ലേ ഓക്കെ ഇനി അടുത്ത നോക്കിയേ 1.5 പ്ലസ് 2.5 പ്ലസ് എക്സെട്രാ പ്ലസ് 12.5 1.5 പ്ലസ് 2.5 പ്ലസ് എക്സെട്രാ പ്ലസ് 12.5 ഓക്കെ ഇവിടെ നോക്കിയേ ഫസ്റ്റ് ടേമും അറിയാം ലാസ്റ്റ് ടേമും അറിയാം അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതെടുക്കാം Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ഈ ഇക്വേഷൻ എടുത്താൽ മതി മറ്റേ ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുത്താലും ആൻസർ കിട്ടും പക്ഷേ കുറച്ച് ലെങ്ത് ആയി പോകുമെന്നേ ഉള്ളൂ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും നമുക്ക് n കണ്ടുപിടിക്കാം n ഈക്വൽ ടു ഇനി ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല ഇക്വേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട് xn ഇവിടെ 12.5 ആണ് നമുക്ക് ഈ 12.5 നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം 12.5 നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു 12 ഇൻറ്റു 2 ചെയ്യുക 12 ഇൻറ്റു 2 24 പ്ലസ് ഈ മുകളിൽ കിടക്കുന്ന 1 ഇവിടെ പ്ലസ് 1 കൊടുക്കുക ഡിവൈഡഡ് ബൈ താഴെ 2 ആണ് ഈക്വൽ ടു 25/2 എന്ന് എഴുതാം 12.5 നമുക്ക് 25/2 എന്ന് എഴുതാൻ പറ്റും ഇനി 1.5 നമുക്ക് എങ്ങനെ എഴുതാടാ 2 ഇൻറ്റു 1 2 പ്ലസ് മുകളിൽ 1 ഉണ്ട് ഡിവൈഡഡ് ബൈ 2 2 പ്ലസ് 1 3/2 എന്ന് എഴുതാം 3/2 എന്ന് എഴുതാം 1.5 നമുക്ക് 3/2 എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എടുക്കാം നമുക്കിവിടെ n കണ്ടുപിടിക്കാം അല്ലേ n ൻ്റെ ഇക്വേഷൻ എന്താടാ xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ആണ് xn നമുക്കറിയാം 25/2 12.5 ആണ് xn എന്ന് പറയുന്നത് അതിനെ നമുക്ക് 25/2 എന്ന് എഴുതാം അപ്പോൾ 25/2 മൈനസ് x1 ഇവിടെ 3/2 ആണ് ഡിവൈഡഡ് ബൈ d കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് സിമ്പിളാടാ 2.5 നിന്ന് 1.5 പോയാൽ 1 അല്ലേ 2.5 നിന്ന് 1.5 പോയാൽ 1 അല്ലേടാ 2.5 നിന്ന് 1.5 പോയി കഴിഞ്ഞാൽ 1 ആണ് കേട്ടോ സിമ്പിൾ കാര്യമാണ് അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 1 എന്ന് കിട്ടും പ്ലസ് 1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും n നമ്പർ ഓഫ് ടേംസ് കിട്ടും ഇവിടെ 25/2 നിന്ന് 3/2 പോയി കഴിഞ്ഞാൽ 22/2 എന്ന് കിട്ടും ഇവിടെ നമ്മൾ ഓർത്താൽ മതി 5 പേനായിൽ നിന്ന് 3 പേന പോയാൽ 2 പേനാണ് 10 പെൻസിലിൽ നിന്നും 5 പെൻസിൽ പോയാൽ 5 പെൻസിലാണ് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഇവിടെയൊക്കെ ഉപയോഗിച്ചത് 2.5 നിന്ന് 1.5 പോയാൽ 2.5 നിന്ന് 2 അരയുണ്ട് അതിൽ നിന്ന് 1 അര പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരട്ടെ 2.5 നിന്നും 1.5 പോയി കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് വരും ഇവിടെ 25/2 നിന്ന് 3/2 പോയി കഴിഞ്ഞാൽ 22/2 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 1 ഉണ്ട് ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പ്ലസ് 1 ഈക്വൽ ടു 22/2 11 പ്ലസ് 1 ഈക്വൽ ടു 12 എന്നിൻ്റെ വാല്യൂ 12 ആദ്യത്തെ 12 ടേമുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
S12 ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്നിൻ്റെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. 1 2 3 അങ്ങനെ എഴുതി 12 വരെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 12 ടേംസ് ആണെന്ന് നമുക്ക് കിട്ടുമായിരുന്നു, കുഴപ്പമില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നിൻ്റെ വാല്യൂ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക, ചിലപ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നോക്കിയടാ, n/2 ഇൻറ്റു x1 പ്ലസ് xn. നമുക്ക് 12 കിട്ടി. 12/2 ഇൻറ്റു x1 നോക്കിയേ 3/2 ആണ്, പ്ലസ് xn 25/2 ഈക്വൽ ടു 12/2 6 ഇൻറ്റു 3/2 പ്ലസ് 25/2 എന്ത് ചെയ്യും? നമ്മളെങ്ങനെ ചെയ്യൂടാ? ഈ 3 പ്ലസ് 25 ചെയ്യുക, 28/2 ഇടുക. കിട്ടിയില്ലേ? 3/2 പ്ലസ് 25/2 എന്ന് പറയുന്നത് 28/2 ആണ്. ഇവിടെ നോക്കിയടാ, ഈ 6ഉം 2ഉം കൂടി കട്ട് ചെയ്താൽ നമുക്കിത് ഇവിടെ 3 എന്ന് കിട്ടത്തില്ലേ? 6/2 3 ആണ്. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ? 28 ഇൻറ്റു 3, 20 ഇൻറ്റു 3 60 ആണ്, 8 ഇൻറ്റു 3 24 ആണ്. അപ്പോൾ 60 പ്ലസ് 24 84 കിട്ടിയില്ലേ? സം കിട്ടി 84. അടുത്ത നോക്കിയേ, ഹാഫ് പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5. ഓക്കെ, ഫസ്റ്റ് ടേമും അറിയാം, xnനും അറിയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. n ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ആണ്. ഇവിടെ നോക്കിയാടാ, xn 12.5 ആണ്. xn ഈക്വൽ ടു 12.5 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? 12 ഇൻറ്റു 2 24 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 25/2. xnനെ നമുക്ക് 25/2 എന്ന് എഴുതാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയതാണ്. x1 നോക്കിയേ, x1 ഈക്വൽ ടു 1/2 ആണ്. ഇതിനെ പ്രത്യേകിച്ച് മാറ്റാനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് എന്നിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. n ഈക്വൽ ടു xn എന്താടാ? xn 25/2 മൈനസ് x1 നോക്കിയേ 1/2 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് d ഇവിടെ എന്ത് വരും ഇവിടെ? കോമൺ ഡിഫറൻസ് ഇവിടെ എന്ത് വരും? d ഈക്വൽ ടു സെക്കൻഡ് ടേം 1 മൈനസ് ഫസ്റ്റ് ടേം 1/2. 1ൽ നിന്ന് അര പോയാൽ അരയല്ലേടാ? അപ്പോൾ നമുക്ക് 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, അത് നമുക്കിനി പ്രത്യേകിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1ൽ നിന്ന് അര പോയാൽ അരയാണ്. 1 മൈനസ് 1/2 ചെയ്താൽ 1/2 കിട്ടും. അപ്പോൾ ഇത് ഇവിടെ 1/2 എന്ന് വരും, ഇവിടെ 1/2 എന്ന് വരും, പ്ലസ് 1. മുകളിൽ നോക്കിയാടാ, 25/2 മൈനസ് 1/2, 25/2 മൈനസ് 1/2. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 25ൽ നിന്ന് 1 കുറയ്ക്കുക, 24 ഇവിടെ 2 എഴുതുക. 24/2 എന്ന് പറഞ്ഞാൽ 24/2 എത്രയാടാ? 12 ആണ്. ഓക്കെ, അപ്പോൾ മേളിൽ എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 1/2. ഓക്കെ, പ്ലസ് 1. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഈ 12/1/2 എങ്ങനെയാണെന്ന് അറിയാവാ? 12 ഇൻറ്റു 1/2നെ നമ്മൾ തിരിച്ചിടണം, 2/1 എന്നെടുക്കണം. അറിയാമല്ലോ, ഫ്രാക്ഷൻ്റെ ഡിവിഷൻ നമ്മൾ പഠിച്ച കാര്യമാണ്. 12 ഡിവൈഡഡ് ബൈ 1/2 ആണെങ്കിൽ 12 ഇൻറ്റു ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റണം. 12 ഇൻറ്റു താഴെ കിടക്കുന്ന ആളെ തിരിച്ചെഴുതണം. 12 ഇൻറ്റു 2/1 എന്ന് വരും. 12 ഡിവൈഡഡ് ബൈ 1/2 എന്തായടാ? 12 ഇൻറ്റു 2/1 ആയി. 12 ഇൻറ്റു 2 24 ആണ്. 12 ഇൻറ്റു 2 24 ആണ്. 24 പ്ലസ് 1 25. അപ്പോൾ ഇത് നമുക്ക് 25 എന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ 25. അപ്പോൾ നമുക്ക് S25 കണ്ടുപിടിക്കാം. S25 ഈക്വൽ ടു n/2
25/2 ഇൻറ്റു x1 ഹാഫ് 1/2 പ്ലസ് എക്സ് എൻ ഇവിടെ എത്രയാണ് കിട്ടിയത് 25/2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 25/2 എന്ന് തന്നെ എഴുതാം. ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണോടാ, ഈ ഫ്രാക്ഷനും സെയിം ഡിനോമിനേറ്റർ ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പം മോളുള്ളവരെ തമ്മിൽ കൂട്ടുക. 25 + 1 26/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് S25 കിട്ടും. ഇതിൻ്റെ വാല്യൂ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. ഇതിനെ നമുക്ക് ഒന്നും കൂടെ നോക്കാം. 25/2 നമുക്ക് 12.5 എന്ന് എഴുതാൻ പറ്റത്തില്ലേ? പറ്റും. ഇൻറ്റു 26/2 13. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 162.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സമ്മ് കിട്ടി 162.5. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത നോക്കിയേ, 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് എക്സെട്ര പ്ലസ് 201 ഡിവൈഡഡ് ബൈ 101. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടേമും ലാസ്റ്റത്തെ ടേമും അറിയാം. അപ്പോൾ ഇക്വേഷൻ ഏതാടാ? xn = n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. n = xn 201/101 മൈനസ് x1 1/101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചേ. d = സെക്കൻഡ് ടേം 3/101 മൈനസ് ഫസ്റ്റ് ടേം 1/101. ഇതെങ്ങനെയോടാ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ ആൻസറിനും 101 തന്നെ വരും ഡിനോമിനേറ്റർ. ഇനി നമ്മൾ മുകളിലുള്ളവരെ സബ്ട്രാക്ട് ചെയ്യുക. 3 - 1 2. കോമൺ ഡിഫറൻസ് 2/101. ഇതിവിടെ 2/101 എന്ന് വരും. ഓക്കെ, 2/101. ഇത് നമുക്ക് ചെയ്താൽ ഇവിടെ ഒരു +1 ഉണ്ട്, ഇവിടെ ഒരു +1 ഉണ്ട്. ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, മുകളിൽ നോക്കിയേ, 2/101 മൈനസ് 1/101. ഇവിടെ നോക്കിയേ, ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ അല്ലേ? ഇവിടെയും 101 ആണ്, ഇവിടെയും 101 ആണ്. അപ്പം നമുക്ക് 101 ഡിനോമിനേറ്ററിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? 201 മൈനസ് 1 ചെയ്യുക. 200 എന്ന് വരും. 200 എന്ന് വരും. മനസ്സിലായ? ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ആൻസറിനും ഡിനോമിനേറ്റർ 101 എന്ന് വരും. മുകളിൽ നമ്മൾ ഈ 201 നിന്ന് 1 കുറച്ചപ്പോൾ 200 കിട്ടി. ഡിവൈഡഡ് ബൈ 2/101 പ്ലസ് 1. ഇവിടെ നോക്കിയേ, ഈ ഫ്രാക്ഷനിൽ താഴെ 101 ആണ്, ഈ ഫ്രാക്ഷനിലും താഴെ 101 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ? മുകളിലത്തെ ഫ്രാക്ഷനിൽ താഴെ 101 ആണ്, ഇവിടെയും താഴെ 101 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി നോക്കിയടാ, മുകളിൽ 200 ഉണ്ട്, ഇവിടെയും മുകളിൽ 2 ഉണ്ട്. ഇവിടെ മുകളിൽ 200 ഉണ്ട്, ഇവിടെ മുകളിൽ 2 ഉണ്ട്. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 200 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 100 കിട്ടും. 100 + 1 101 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എന്നിൻ്റെ വാല്യൂ കിട്ടി 101. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്തത് ബേസിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 101 കിട്ടി. ഇനി സമ്മാനടിക്കാനുള്ള ഇക്വേഷൻ എഴുതിക്കേടാ. Sn = n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, n/2 n 101/2 ഇൻറ്റു x1 നോക്കിയേ 1/101 പ്ലസ് xn 201/101. ഓക്കെ, നമുക്ക് ചെയ്യാം. 101/2 ഇൻറ്റു ഇവിടെ നോക്കിയേ, സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഇവിടെയും 101 തന്നെ വരും. ഇനി നമ്മൾ മുകളിലുള്ളവന്മാരെ ആഡ് ചെയ്യുക. 201 + 1 202. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കിയടാ, ഈ 101 കൂടി കട്ട് ചെയ്യാം. 202 ഡിവൈഡഡ് ബൈ 2, 202ൻ്റെ പകുതി
പകുതി 101 അപ്പോൾ നമ്മുടെ സമ്മ് കിട്ടി 101. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ചെയ്തതിൽ ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടി കേട്ട് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എന്ത് കിട്ടി? സമ്മ് 101 കിട്ടി. ക്ലിയർ അല്ലേ? എസ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാടാ? എന്നിൻ്റെ വാല്യൂ എസ് 101 വരും. ഓക്കെ, ആദ്യത്തെ 101 ടേമുകളുടെ സമ്മാണ് ഇവിടെ 101 വന്നിരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, ആൻസർ 101. ക്ലിയർ.